മമ്മൂട്ടി മോഹൻലാൽ ആരാധകർ തമ്മിലുള്ള ഫൈറ്റ് അത് വർഷങ്ങളായി നടക്കുന്നതാണ്. പല സിനിമകൾക്കും വേണ്ടിയും അവർ ഫൈറ്റ് ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യാറുമുണ്ട്. ട്രോൾ പേജുകൾ വരെ ഉണ്ട് അവർക്ക് വേണ്ടി തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവി പ്രൊമോഷനുകൾ നടത്തുന്നതിനൊപ്പം തന്നെ ട്രോളുക തന്നെയാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഇതൊക്കെ നിൽക്കുമ്പോഴും ഈ ഫാനിനെ കൂട്ടുന്നത് തന്നെ അവരുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു വലിയ കളക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയാണ്. ഫാൻസിന്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണല്ലോ. എന്നാൽ ഇവിടെ ഫാൻസുകാർ സോഷ്യൽ മീഡിയയിൽ ബഹളം വയ്ക്കുന്നതല്ലാതെ സിനിമ എത്തുമ്പോൾ കവാത്ത് മറക്കുന്ന രീതിയാണ് കാണാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത് മമ്മൂട്ടി ആരാധകരോടാണ്. ആ അനുഭവം പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. പ്രിയ മമ്മൂക്ക ആരാധകരോട്. അടുത്തെവിടെയും സിനിമയില്ലാത്തതിനാൽ വാളാഞ്ചേരിയിൽ പോയാണ് ഒരു വടക്കൻ വീരഗാഥ കാണുന്നത്. പല പ്രാവശ്യം കണ്ട് ഇഷ്ടം കൂടിയ സിനിമയെ തിയേറ്ററിൽ നിന്ന് ആദ്യമായി ഒന്ന് കാണണമെന്ന ആഗ്രഹം അവിടെ എത്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാനും കസിനും ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ സീറ്റ് മാത്രമേ ബുക്കായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ വരെയും അതുതന്നെയാണ് അവസ്ഥ. 11 മണിക്ക് തിയേറ്ററിൽ എത്തിയപ്പോൾ 4-5 പേരുണ്ട്. അവസാനം 7-8 പേരായി. അതിലൊരാൾ എന്റെ സുഹൃത്തും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മെമ്പറുമാണ്. ഞാനും ലാലേട്ടൻ ആരാധകൻ. കസിന് എല്ലാവരെയും ഇഷ്ടമാണ്. അപ്പോൾ 7 പേരിൽ 3 പേർ കറതീർത്ത മമ്മൂട്ടി ആരാധകരല്ല. ബാക്കിയുള്ളവരിൽ 2 ആരാധകരെ കിട്ടിയാൽ ഭാഗ്യം. പറഞ്ഞു വന്നത് മമ്മൂക്കയുടെ എക്കാലത്തെ മികച്ച ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആ തിയേറ്റർ നിറയ്ക്കേണ്ടത് ആരാണ്? 35 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലെ ഒരു എണ്ണം പറഞ്ഞ മലയാള സിനിമ കൂടുതൽ ദൃശ്യ ശ്രവ്യ മികവോടെ റിലീസ് ചെയ്യുമ്പോൾ ആരാണ് ആദ്യം ഇരുകൈ നീട്ടി സ്വീകരിക്കേണ്ടത്? ഏജന്റ് റിവേഴ്സ് ഗിയർ മുദ്രാവാക്യം വിളിച്ച് സോഷ്യൽ മീഡിയയിൽ തീയിട്ട് ബിലാലിന്റെ അപ്ഡേറ്റിനായി ആകുലപ്പെടുന്ന ഒരു വലിയ വിഭാഗം മമ്മൂട്ടി ഫാൻസ്, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് മമ്മൂക്കയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്? മികച്ച BGMൽ സ്ലോ മോഷനിൽ നടക്കുന്ന മമ്മൂട്ടിയെ കണ്ടാണോ അങ്ങനെയാകും? അല്ലെങ്കിൽ ഈ ആളൊഴിഞ്ഞ തിയേറ്റർ എനിക്ക് മുന്നിലുണ്ടാകില്ല. മമ്മൂക്കയേക്കാൾ ഒത്തിരി ഇഷ്ടക്കൂടുതൽ ലാലേട്ടനോട് ഉണ്ടെന്നേ ഉള്ളൂ. അദ്ദേഹവും എന്നെ പോലെ ലാലേട്ടൻ ആരാധകരുടെ ചങ്കാണ്, മലയാളികളുടെ ഹൃദയമാണ്. ആവനാഴിയും പാലേരി മാണിക്യവും മറന്നേക്കൂ, അതെല്ലാം ആവശ്യമില്ലാത്ത റിലീസുകളായിരുന്നു. പക്ഷേ ഇതല്ല, മലയാള സിനിമയുടെ സുവർണ മുദ്രയാണ്. അത് അനുഭവിച്ചറിയാൻ മറ്റാരെക്കാളും മുൻപേ മമ്മൂക്കയുടെ പ്രിയ ആരാധകരാണ് എത്തേണ്ടിയിരുന്നത്. നിങ്ങളുടെ പ്രിയ താരം മലയാള സിനിമയുടെ തലപ്പൊക്കത്തിലേക്ക് എത്തിയത് ബിഗ് ബിയിലൂടെയും ഭീഷ്മപർവത്തിലൂടെയും ഒന്നുമല്ലെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും അവിടെ നിങ്ങൾ ഉണ്ടാകണം. ഇനി സിനിമയെക്കുറിച്ച് എന്തു പറയാനാണ്? പറഞ്ഞ് പിന്നെയും പറഞ്ഞാലും ഭംഗി കുറയാത്ത അത്ഭുതം. ചന്തുവും അരിങ്ങോടരും ആരോമലുണ്ണിയും ഉണ്ണിയാർച്ചയും എല്ലാം വലിയ സ്ക്രീനിൽ ജീവിക്കുമ്പോൾ എങ്ങനെ കണ്ണ് നിറയാതിരിക്കും? തോറ്റ് ചുരിക കുത്തിയിറങ്ങുന്ന വേദനയിൽ ചന്തു അവസാനം ജയിക്കുമ്പോൾ നീറ്റലോടെ നമ്മൾ ഒരിക്കൽ കൂടി പറയും, എന്റെ ചന്തു ചതിയനല്ല. ഇത് പറഞ്ഞു വെക്കുന്നത് ഒരു പ്രേക്ഷകനാണ്. മോഹൻലാലിന്റെ റിലീസുകൾ ആഘോഷമാക്കിയ മോഹൻലാൽ ആരാധകരെ നമുക്കറിയാം. അവർ ആഘോഷമാക്കിയപ്പോൾ ബാക്കിയുള്ളവരും ഏറ്റെടുത്തു. അത് വലിയ വിജയമായി മാറി. എന്നാൽ മമ്മൂട്ടി ആരാധനു വേണ്ടി ഗംഭീര സിനിമകൾ ഇറക്കുമ്പോൾ അവർ തന്നെ കൈയൊഴിയുകയാണ്. ഇതെന്താണ് കാണുന്നത്? സോഷ്യൽ മീഡിയയിലുള്ള ബഹളം മാത്രമേ ഉള്ളൂ. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അവർ ഫാൻസ് ആണോ എന്ന് തന്നെ സംശയമുണ്ട്. എന്നാൽ മോഹൻലാൽ ആരാധകർ അത് കാണാനെത്തുന്നു. ഇതാണ് സപ്പോർട്ട്. ഇതിനേക്കാളും ആഗ്രഹിക്കുന്ന മമ്മൂക്കയുടെ റിലീസുകളുണ്ട്. പറ്റുമെങ്കിൽ ഇറക്കി വിട് ആ ജോണി വാക്കറിനെ എന്നും ആ മോഹൻലാൽ ആരാധകനും പറയുകയാണ്.